സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 2120 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,14,840 രൂപയായി. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ വൻ കുതിച്ചുചാട്ടം സാധാരണക്കാരെയും സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെയും ആശങ്കയിലാഴ്ത്തുകയാണ്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടവുമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. തൊട്ടാൽ പൊള്ളും. പിടിതരാതെ റോക്കറ്റ് കുതിപ്പ് തുടർന്ന് തങ്കം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നതാണ് കാണുന്നത്. ചില ദിവസങ്ങളിൽ ആശ്വാസമായി ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് വില കൂടാനുള്ള സാധ്യത തന്നെയാണെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. അത് ശരിക്കും ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതും. വില വൻതോതിൽ കൂടുകയാണ്. വില കുറയുമെന്ന് ചില പ്രവചനങ്ങളുണ്ടെങ്കിലും മറിച്ചാണ് സംഭവിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന തോതിൽ വില ഉയരുന്നതാണ് വിപണിയിലെ കാഴ്ചകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 265 രൂപ കൂടി 14,355 രൂപയും പവന് 2,120 രൂപ കൂടി 1,14,840 രൂപയിലുമാണ് വ്യാപാരം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 125 രൂപ വർദ്ധിച്ചിരുന്നു. മാത്രമല്ല 18 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 215 രൂപ വർദ്ധിച്ച് 11,975 രൂപയും 14 കാരറ്റിന് ഗ്രാമിന് 170 രൂപ വർദ്ധിച്ച് 9,185 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം. വെള്ളിവിലയിലാകട്ടെ ഇന്ന് ഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. 285 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതുമാത്രം പോരാ, ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ സ്വർണ്ണവിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്ക് 3% നികുതിയും 45 രൂപ ഹോൾമാർക്ക് ചാർജും അതിന് 18% നികുതിയും നൽകിയാൽ 1,30,397 രൂപയെങ്കിലും നൽകണം. ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ ഇന്ന് കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. കാരണം ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ ഇനിയും വ്യത്യാസമുണ്ടാകും. അന്താരാഷ്ട്ര വിപണിയിൽ നിലവിൽ ഔൺസിന് $4,960 മുകളിലാണ് വ്യാപാരം മുന്നേറുന്നത്. വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് കൂട്ടുന്നതാണ് വിപണിയിൽ ഇത്തരത്തിൽ ഡിമാൻഡ് ഉയർത്തുന്നത്. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര ഡിമാൻഡും ആഗോള വിലയെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്ന ഘടകമാണ്. മാത്രമല്ല സ്വർണ്ണവില വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ US ഡോളർ ദുർബലമാകുന്നതാണ്. കൂടാതെ സ്വർണത്തെ നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമാകുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇന്ന് വിപണിയിൽ കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയും ഇറാൻ US ബന്ധത്തിലെ വിള്ളലുകളും നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു ഘടകമാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കാണ് നിക്ഷേപം ഒഴുകുന്നത്. ഇതും വില കുത്തനെ കൂടാൻ കാരണമായിരിക്കുന്നു. എന്നിരുന്നാലും വില ഉയർന്ന സാഹചര്യത്തിൽ പലരും പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇടപാടിനു വേണ്ടിയാണ് കൂടുതൽ പേരും സ്വർണം വിൽക്കുന്നത്. ഇനിയും സ്വർണ്ണവില കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കാത്തിരുന്നാൽ വലിയ ലാഭം കൊയ്യാമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ആഭരണം വിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ വിൽറ്റാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭം ലഭിക്കും. തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികളിൽ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത്. സ്വർണ്ണവില കൂടിയ സാഹചര്യത്തിൽ ജ്വല്ലറികളിൽ ആഭരണം വാങ്ങാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ വിൽക്കാൻ വരുന്നവരാണുള്ളതെന്നാണ് വ്യാപാരികളും പറയുന്നത്. പല ജ്വല്ലറികളും പഴയ ആഭരണം വിൽക്കുന്നവർക്ക് പണം നൽകാൻ നീണ്ട കാലാവധി ചോദിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.